ഫ്രാൻസിലെ ലൂർദിനെക്കുറിച്ച് ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ചെയ്തു വെച്ചൊരു വീഡിയോയാണിത്. പക്ഷേ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കുറേ വൈകി. ഏതായാലും ലൂർദ് മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആദ്യം തന്നെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ വാഹനങ്ങളിലൊക്കെ ആളുകൾ തീർത്ഥാടകരായി ലൂർദിലേക്ക് വരുന്നത് പോലെ തന്നെ നമുക്കും ഇതൊരു തീർത്ഥാടനമായിട്ടെടുക്കാം. 1999-2003 കാലഘട്ടത്തിൽ റോമിലെ പഠനാവസരത്തിൽ നിരവധി തവണ നടത്തിയിട്ടുള്ള തീർത്ഥാടനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടയത്തെ നാഗമ്പടം സെൻറ്റ് ആൻ്റണീസിലെ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പോത്തെങ്കിലും വിജുപുരം കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന ആൻ്റണി ജോർജ് പാട്ടപ്പറമ്പിലച്ഛനൊക്കെ ഉള്ളപ്പോൾ മോൺസിഞ്ഞോർ പഠിച്ചിരുന്നത് തുളൂസിലാണ്. ഞങ്ങൾ റോമിൽ നിന്ന് കയറുന്ന ട്രെയിനിൽ വഴിയിൽ നിന്ന് അദ്ദേഹം കയറുന്നു, ലൂർദിലെത്തുന്നു. അതൊരു പതിവായിരുന്നു. ആ ഒരു യാത്ര കൂടി ഒന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രെയിനിൽ തന്നെ പലരും വന്നെത്തി ലൂർദിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത് പോലെ ഇതിനവസാനം നമ്മൾ ഈ കൊല്ലങ്ങളിൽ തന്നെ എടുത്ത അവിടുത്തെയുള്ള ഒരു റോസറി പ്രൊസഷൻ അടക്കം ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഫിസിക്കലായി ചേരാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു തീർത്ഥാടനം നമുക്ക് നടത്താൻ സാധിക്കും. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഒക്ടോബർ മാസത്തിലുമെല്ലാം സോളീസ് ആഞ്ചലസിലെ സോളി ജോർജും വിഷ്ണുവും കൂടി എടുത്തു തന്നിട്ടുള്ള വിഷ്വൽസ് കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. വിജയപുരം രൂപതയിലെ ജൂബിലി ആഘോഷിക്കുന്ന 5 വൈദികർ ഒരു നടത്തിയ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയപ്പോഴെടുത്തതാണ് ഈ പ്രൊസഷൻ്റെ സമയത്തുള്ള വിഷ്വൽസ് എല്ലാം ഇതിനകത്തുള്ളത്. 1856 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 6 മാസക്കാലം നടന്ന 18 മരിയൻ ദർശനങ്ങൾ. ബെർണദീത്ത എന്ന 14-കാരിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനം ആ സ്ത്രീ തൻ്റെ പേര് ബെർണദീത്തയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ അമലോത്ഭവയാണ്. 2 കൊല്ലം മുമ്പ് 1854 ഡിസംബർ 8 9 പിയൂസ് പാപ്പ ചെയ്ത ആ വിശ്വാസ പ്രഖ്യാപനം, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, മാതാവ് അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യം ഈ ദർശനവേളകളിൽ ഒന്നിൽ പരിശുദ്ധ അമ്മ അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. 18 ദർശനങ്ങളിലും ഏറ്റവും വലിയ പ്രമേയമായി വരുന്നത് പ്രായശ്ചിത്തത്തിനുള്ള, പശ്ചാത്താപത്തിനുള്ള ആഹ്വാനമായിരുന്നു. അവിടെ ഒഴുകുന്ന ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കാനും ദേഹം കഴുകാനും ബെർണദീത്തയെ മാതാവ് നിർബന്ധിച്ചു. ഇന്നും ആരാധനാവേളയിലും അവിടെ നിന്ന് ജലം കുടിക്കുന്നതിലൂടെയെല്ലാം നിരവധി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനം ആഗോള രോഗീ ദിനമായി കൂടിയാണ് ആചരിക്കുന്നത്. ബസിലിക്കയുടെ ഫ്രണ്ടിൽ ഈ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കൂടി ഗ്രൗണ്ട് ഒന്ന് കാണുന്നു. അതിനുശേഷം ബസിലിക്കയ്ക്ക് അകത്ത് പ്രവേശിക്കുന്നു. പിന്നീട് ഈ ഗ്രൗണ്ടിലൂടെ ഒന്ന് സഞ്ചരിച്ച് നമുക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് എത്തണം. ഈ ഗ്രൗണ്ടും ആ പ്രത്യക്ഷപ്പെട്ട ഏരിയയും മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് പ്രൊസഷൻ അവസാനം നടക്കുന്നത്. ആ സ്ഥലം നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ലൂർദിൽ പള്ളിമണികൾ മുഴങ്ങുന്നത് ഏവരെയും ദൈവത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ലൂർദുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള ആദ്യത്തെ ഓർമ്മ 1986 ഞാൻ മേജർ സെമിനാരിയിൽ പോകുന്നത്. ആ കൊല്ലം വായിച്ചൊരു ബുക്ക്, ഒരു അലക്സിസ് കാരൽ എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നർ, 1912 ഫിസിയോളജിക്ക് നോബൽ പ്രൈസ് നേടിയ ആളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ബുക്ക്. ആ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം ലെറാക്കാണ്. ലെറാക്ക് എന്ന് പറഞ്ഞാൽ ഈ കാരൽ എന്ന് പറയുന്ന വാക്ക് തിരിച്ചിടുന്നത് തന്നെയാണ് ലെറാക്ക്. ഒരു മനുഷ്യൻ പാരീസിൽ നിന്നും ലൂർദിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ യാത്രയെക്കുറിച്ചൊക്കെ ആദ്യം ഒന്ന് പറയാൻ ശ്രമിച്ചത്. ആ ട്രെയിനിൽ നിറച്ച് രോഗികളായിരുന്നു.
അതിനകത്ത് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന വിധത്തിൽ ബെഡ്രിഡനായ ഒരു രോഗിയെ ഡോക്ടർ അലക്സിസ് കാരൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലൂർദിൽ പോയി രോഗികളെല്ലാവരെയും ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്ത് മുമ്പിൽ കിടത്തിയിരുന്നു. ഈ പ്രത്യേക രോഗിയെ അലക്സിസ് കാരൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാധനയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്ത്രീ ചാടി എഴുന്നേറ്റ് ആവേ മരിയ കീർത്തനം പാടി. ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഈ ലെറാക്ക് അലറി വിളിച്ച് കരഞ്ഞുപോയി എന്നാണ്. വാസ്തവത്തിൽ അത് വലിയ സയൻറ്റിസ്റ്റായ, വലിയ ഈശ്വരവിശ്വാസിയൊന്നും അല്ലാത്ത നിരീശ്വരവാദിയായ അലക്സിസ് കാരലിൻ്റെ മാനസാന്തരമായിരുന്നു. അദ്ദേഹം ആ നിമിഷം വിശ്വാസിയായി മാറി, കടുത്ത മരിയൻ ഭക്തനായി മാറി. അതാണ് ഈ ദ വോയേജ് ടു ലൂത്സ് എന്ന 1950 അലക്സിസ് കാരൽ എഴുതിയ ഒരു ബുക്കാണത്. വലിയ ഒരു സയൻറ്റിഫിക്കായിരുന്ന ഈ സയൻറ്റിഫിക് ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹത്തെ ഈ ലൂർദിലേക്ക് നയിച്ചത്. പക്ഷേ ഈ സൗഖ്യം കൺമുമ്പിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒരു വിശ്വാസിയാക്കി മാറ്റി. ഇന്നും ഓരോ ദിവസവും വൈകുന്നേരം നടക്കുന്ന ജപമാല പ്രദർശനത്തിന് 10,000-കണക്കിന് ആളുകളാണ്, നാനാ ജാതി മതസ്ഥർ, നാനാ ദേശക്കാർ ലൂർദിൽ ഒത്തുകൂടുന്നത്. ഇത് ദേവാലയത്തിൻ്റെ അകമാണ്, ബസിലിക്കയുടെ അകമാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തെ മൈതാനം കൂടി നമ്മളൊന്ന് കാണുന്നു. അതിനുശേഷമാണ് നമുക്ക് ഗ്രോട്ടോയിലേക്ക് ഒന്ന് പോകാൻ സാധിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോ എന്ന് കാണുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു പ്രദർശനത്തിൽ മനസ്സുകൊണ്ട് ഒന്ന് കക്ഷി ചേരാൻ ശ്രമിക്കാം. ഈ ഇടങ്ങളെല്ലാം പ്രദർശന സമയത്ത് അത് രാത്രിയായതുകൊണ്ട് വേഗമായിട്ടുള്ള കാഴ്ചയെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പകൽ വെളിച്ചത്തിലെ നല്ല വിഷ്വൽസ് ഒന്ന് ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഗ്രോട്ടോയുടെ പരിസരത്തേക്ക് പോകാൻ സാധിക്കും. അവിടെ മുഴങ്ങുന്ന ആവേ മരിയ കീർത്തനത്തിൻ്റെ ട്യൂണും നാച്ചുറൽ വോയിസും ഒന്നെല്ലാം കട്ട് ചെയ്യാതെ തന്നെ ഇതിനകത്ത് നിലനിർത്തുകയാണ്. ലൂർദിൽ ഏത് സമയത്ത് ചെന്നാലും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ ആളുകൾ കാണും. അവിടെ എപ്പോഴും പ്രാർത്ഥനയുടെ മുറജപം മുഴങ്ങുന്നുണ്ടാകും. മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ തിരുനാൾ ഇവിടെ കത്തി നിൽക്കുന്നിടത്തോളം സമയം, കത്തി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരിശുദ്ധ മാതാവ് സമ്മുഖിച്ച് എത്തിക്കട്ടെ എന്നാണ്. ഈ പുഴയിലൊഴുകുന്ന വെള്ളം കൊണ്ട് ദേഹം കഴുകാനും വിശുദ്ധ തീർത്ഥമായി ഇവിടുന്ന് വെള്ളം എടുത്ത് ആളുകൾ കൊണ്ടുപോകാറുണ്ട്. രോഗികളെ പരിചരിക്കാൻ, അത് കുടിക്കാനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ആ ഗ്രോട്ടോയാണ് നമ്മൾ കണ്ട ദൃശ്യം. എപ്പോഴും മെഴുകുതിരി അവിടെ കത്തി നിൽക്കുന്നു. ഏത് രാത്രിയും പകലും എപ്പോൾ ചെന്നാലും ആരെങ്കിലുമൊക്കെ അവിടെ പ്രസൻറ്റബിളായിട്ടുള്ള കാലാവസ്ഥയിൽ അവിടെ പ്രാർത്ഥനാനിരതരായി ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു സ്ഥലം. à nous fortifier. Nous la reconnaissons pour notre reine. Au ciel et sur terre, elle commande. Et nous nous ഗ്രോട്ടോയിൽ നടക്കുന്ന കുർബാനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസ്. പല കാലഘട്ടത്തിലെടുത്ത വിഷ്വൽസ് ആയതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റിയുടെ ഒക്കെ പ്രശ്നം തോന്നുന്നത്. Les fidèles témoins de son Fils bien-aimé, gardant ses commandements jusqu'à mériter d'entrer, nous aussi, dans la gloire. Pendant notre chapelet, nous chantons la gloire de Jésus et de sa très sainte mère. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന പ്രൊസഷൻ്റെ രീതിയാണിത്. വൈകുന്നേരം സന്ധ്യയായി, അതുകൊണ്ട് ക്ലാരിറ്റി കുറവാകും. പക്ഷേ ഇതിനോട് ചേർന്ന് നമുക്കും മനസ്സുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്താൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള മെഴുകുതിരി പ്രദക്ഷിണമാണിത്. ഇതിനോട് ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥനയിലാകാം. പ്രാർത്ഥനയ്ക്കകത്ത് മലയാളത്തിലടക്കം
ജപമാല അർപ്പണം നടക്കുന്ന നിർമ്മോറിയം ചൊല്ലുന്നതുകൊണ്ട് ആ വോയിസ് അതേപടി തന്നെ ഞാൻ നിലനിർത്തുന്നു. Pater noster qui es in caeli, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. ജപമാലയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ലാറ്റിനിൽ ചൊല്ലിത്തന്നതാണിത്. ബാക്കി തുടർച്ചയായി ജപമാല അർപ്പണം നടക്കുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ലൂർദ് സന്ദർശിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും വൈകുന്നേരത്തുള്ള ഈ ഒരു ജപമാല മെഴുകുതിരി പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ശരീരം കൊണ്ട് നമുക്കിപ്പോൾ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് ഇതിനോട് ഒന്നായി ചേരാം. മനസ്സിൽ നമുക്ക് ജപമാല അർപ്പിക്കാം. ഒരുപാട് രോഗികൾ ശാരീരികവും മാനസികവുമായി പ്രയാസം അനുഭവിക്കുന്നവർ ആശ്വാസം നേടുന്ന ഒരു ഇടമാണ് ലോകപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ് മാതാവിൻ്റെ ഈ സവിധം. ഇവിടെ നമുക്ക് അണയാം. നമുക്ക് ഇതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയാകുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് അകമ്പടിയായി വരുന്നത് കുതിരപ്പടയാളികളാണ്. Dans une foi commune, prions pour notre Saint-Père, le Pape Léon, ses intentions et les intentions de toute l'Église. Por una fe común, rezamos por nuestro Santo Padre, el Papa León. ലൂർദിൽ മുഴങ്ങുന്ന മലയാളത്തിലുള്ള ഈ പ്രാർത്ഥനയോടൊപ്പം നമുക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥന അർപ്പിക്കാം. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി